ഹലോ മക്കളെ, നമുക്കറിയാം ഇന്ത്യയിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 എക്സാമുകളാണ്. ഒന്ന് നീറ്റ് എക്സാമും മറ്റൊന്ന് ജെ എക്സാമും. +2 ശേഷം ഈ നീറ്റും ജെയും അല്ലാണ്ട് നമുക്ക് വേറെ ഏതെങ്കിലും ഫീൽഡിലോട്ട് പോകാൻ പറ്റുമോ? പറ്റും. അതായത് നിങ്ങൾക്ക് +2 ശേഷം ഇന്ത്യയിലെ തന്നെ ഏറ്റവും ബെസ്റ്റ് പ്രീമിയം ഇൻസ്റ്റിറ്റ്യൂഷൻസായ അലിഗഡ് യൂണിവേഴ്സിറ്റി, ജാമിയ മില്ലിയ യൂണിവേഴ്സിറ്റി, അതേപോലെ തന്നെ ഡൽഹി യൂണിവേഴ്സിറ്റി, അതുകൂടാണ്ട് തന്നെ ഇഷ്ടം പോലെ യൂണിവേഴ്സിറ്റീസ് ഉണ്ട്. പിന്നെ അഗ്രികൾച്ചറിലൊക്കെ നല്ല താല്പര്യമുള്ളവരാണെങ്കിൽ ഐക്കാറിലോട്ടൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എഴുതേണ്ട എക്സാമാണെന്ത്? CUET എക്സാം. അപ്പം ഈ ഒരു എക്സാമിലൂടെ പണ്ടൊക്കെ +2ൻ്റെ മാർക്ക് ബേസ്ഡ് ആയിട്ടായിരുന്നു അങ്ങോട്ടുള്ള അഡ്മിഷൻ. ഇപ്പോൾ എല്ലാ സ്റ്റേറ്റിലും ഒരു കോമൺ എൻട്രൻസ് എക്സാമാണ്. അതാണ് ഞാൻ ഈ പറഞ്ഞ CUET. അപ്പോൾ നമുക്ക് ചിലപ്പോൾ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് അറിയലുണ്ടാവില്ല. അതായത് ഏതൊക്കെ ടൈപ്പ് ക്വസ്റ്റ്യനാണ് ചോദിക്കുക, എവിടെ നിന്നാണ് ചോദ്യങ്ങൾ ചോദിക്കുക, എങ്ങനെ പഠിച്ചാലാണ് ഇത് ക്രാക്ക് ചെയ്യാൻ പറ്റുക. അപ്പോൾ നമുക്ക് നിങ്ങളെ ബോർഡ് എക്സാമിന് ശേഷം എഫക്റ്റീവായിട്ട് എന്ത് ചെയ്യണം, ഒരു റിവിഷനിലൂടെ കടന്നു പോയാൽ തന്നെ നമുക്കിത് ക്രാക്ക് ചെയ്യാൻ പറ്റും. ആക്ച്വലി CUETക്കൊന്നും ആരും പൊതുവെ എന്ത് ചെയ്യാറില്ല, റിപ്പീറ്റ് ചെയ്യാറില്ല. +2 ശേഷം തന്നെ ഡയറക്റ്റായിട്ട് എന്ത് ചെയ്യാറുണ്ട്, അഡ്മിഷൻ എടുക്കാറുണ്ട്. അപ്പം ഈ ഒരു ചെറിയ സമയം കൊണ്ട് +2 ശേഷം നമുക്ക് ഈ ഒരു 1 മന്തിനെ കൊണ്ടൊക്കെ എഫക്റ്റീവായിട്ട് നിങ്ങൾ സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിച്ചാൽ തന്നെ നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന സിമ്പിൾ എക്സാമാണെന്ത്? CUET. ഈസി ആയിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസാണ് പൊതുവെ എന്ത് ചെയ്യുക, ചോദിക്കുക. +2 ബേസ്ഡ് ആണ്. അതായത് ചില കുട്ടികളുണ്ട് +1 പഠിച്ചെല്ലാം മറന്നിട്ടുണ്ടാവും. അപ്പോൾ അവരൊന്നും ടെൻഷൻ അടിക്കേണ്ട ഒരു ആവശ്യമില്ല. കാരണം +1 ചോദിക്കാറില്ല. ബാക്കിയുള്ള കോമ്പറ്റേറ്റീവ് എക്സാമെന്നൊക്കെ എന്ത് ചെയ്യാറുണ്ട്, +1ഉം +2ഉം ചോദിക്കാറുണ്ട്. അപ്പം ഈ +2 മാത്രം പഠിച്ച കുട്ടികൾക്ക് തന്നെ ഈ ഒരു സമയം കൊണ്ട് നല്ല അടിപൊളിയായിട്ട് അതിന് എന്തൊക്കെ പഠിക്കണം അതിനനുസരിച്ച് നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റും. റിപ്പീറ്റിംഗ് എന്നൊരു ഓപ്ഷൻ നമുക്ക് ആക്ച്വലി ഇതിന് വേണ്ട. ഓക്കെ, അപ്പോൾ സൈലം ഞാൻ പറഞ്ഞു, സൈലം ഇതിന് വേണ്ടിയിട്ടൊരു ക്രാഷ് പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുന്നുണ്ട്. 3 രീതിയിലാണ്. ഒന്ന്, നമുക്കറിയാം CUETൻ്റെ സിലബസ്, ഒന്ന് ജനറൽ പേപ്പർ ഉണ്ടാവും, മറ്റൊന്ന് ലാംഗ്വേജ് ഉണ്ടാവും, പിന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, മാത്സ് അതിൽ എന്ത് ചെയ്യാം, ചൂസ് ചെയ്യാം. അപ്പോൾ സൈലത്തിൽ ഇതിൻ്റെ പ്ലാൻ എന്താണെന്ന് വെച്ചാൽ, ഒന്ന് CUET കോംബോ, അതായത് ജനറൽ എക്സാമും അതേപോലെ PCMBയും കമ്പൈൻ ചെയ്തിട്ടുള്ള പാക്കേജാണ് എന്ത്, CUET കോംബോ. അതേപോലെ തന്നെ CUET PCMB മാത്രം, അതായത് നിങ്ങൾക്ക് ജനറൽ വേണ്ട, നിങ്ങൾ ഓക്കെയാണ്, പക്ഷേ നിങ്ങൾ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, മാത്സിൽ അത്യാവശ്യം എങ്ങനെ പഠിക്കണം, അതേപോലെ അതിലുള്ള ക്വസ്റ്റ്യൻസ് ഏതാണെന്നൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് മാത്രം പർച്ചേസ് ചെയ്താൽ മതി, CUET PCMB മാത്രം എന്ത് ചെയ്താൽ മതി, പർച്ചേസ് ചെയ്താൽ മതി. ഈ PCMB ഓക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് CUET ജനറൽ മാത്രം എന്ത് ചെയ്യാം, പർച്ചേസ് ചെയ്യാം. ഇനി രണ്ടും നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ CUET കോംബോ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പർച്ചേസ് ചെയ്യാം. അപ്പോൾ അതിനനുസരിച്ചുള്ള ഫീസും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുള്ളൂ, ഉണ്ടാവുള്ളൂ. ഒരു കാര്യം കൂടി, അതായത് നമ്മളതിൽ ഈ ഒരു ക്ലാസ്സിൻ്റെ പ്ലാനിങ് എങ്ങനെയാണെന്ന് വെച്ചാൽ, CUETക്ക് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളും അതിനനുസരിച്ച് ഉണ്ടാക്കിയ സിലബസാണ്. PYQ ക്വസ്റ്റ്യൻസ് നോക്കും. ആ PYQ ക്വസ്റ്റ്യൻസിലൂടെയാണ് ആക്ച്വലി നിങ്ങൾ ഈ ഒരു സിലബസ് എന്ത് ചെയ്തിട്ടുള്ളത്, ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. അപ്പോൾ ക്ലാസ്സിലെടുക്കുന്ന തിയറി, അതേപോലെ തിയറിക്ക് ശേഷം കണ്ടക്ട് ചെയ്യുന്ന എക്സാം, ഈ 2 കാര്യങ്ങൾ ഫോളോ ചെയ്താൽ തന്നെ നമുക്ക് അത്യാവശ്യം നല്ല പോലെ എന്ത് ചെയ്യാൻ പറ്റും, സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഒട്ടും വൈകിക്കേണ്ട, ആൾറെഡി നമ്മൾ അഡ്മിഷൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതൊരു അഡ്മിഷൻ എടുക്കാത്തവരുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, എത്രയും പെട്ടെന്ന് എന്ത് ചെയ്യുക, അഡ്മിഷൻ എടുക്കുക. നല്ല എഫക്റ്റീവായിട്ട് എന്ത് ചെയ്യുക, പഠിക്കുക. നമുക്ക് എന്ത് ചെയ്യാം, ക്ലാസ്സിൽ വെച്ച് കാണാം. അതുവരെ